ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമിസാണ്. ഓണപരീക്ഷയാണ്, എല്ലാവരും ടെൻഷനായിട്ട് നടക്കായിരിക്കും എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 6 മാർക്കിന് വരുന്ന ചോദ്യം നമ്മൾ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ പിടിച്ചു? എലമെന്റ് എക്സ് ആൻഡ് വൈ ഹാവ് 2 and 7 ഇലക്ട്രോൺസ് ഇൻ ദർ ഔട്ടർ മോസ്റ്റ് ഷെൽ എക്സ് റെസ്പെക്റ്റീവ്ലി. എക്സ് വൈ രണ്ടാറ്റം നമ്മുടെ കയ്യിലുണ്ട്. എക്സിന്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോണും വൈയുടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോണുമാണ് ഉള്ളത്. രണ്ടുപേരും മൂന്നാമത്തെ പീരീഡിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് എക്സും വൈയും ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നോക്കിക്കേ, നമുക്ക് വേണമെങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലെ. മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള പീരീഡിലുള്ള ആളെന്നല്ലേ പറയുന്നത്. സോ കെ ഷെൽ ഉണ്ടാവും, എൽ ഷെൽ ഉണ്ടാവും, എം ഷെൽ ഉണ്ടാവും. അപ്പോ എക്സിന്റെ മൂന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്, ശരിയല്ലേ? അപ്പോ ഇനി നമുക്ക് കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 2. ഇനി ഇതേപോലെ വൈ എടുത്താൽ വൈയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. ഇവർ മൂന്നാമത്തെ പീരീഡിൽ വരുന്ന ആളല്ലേ. സോ ഇവരുടെ കയ്യിൽ എത്ര ഷെല്ല് ഉണ്ടാവും? 3 ഷെല്ല്. കെ ഷെല്ലും എൽ ഷെല്ലും എം ഷെല്ലും. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് എം ഷെല്ലാണ്. എം ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി നമുക്കറിയാം, ആദ്യം കെ ഷെല്ലിൽ 2 കയറും, പിന്നെ എല്ലിൽ 8 കയറും, എന്നിട്ടാണ് എമ്മിൽ 7 കയറിയിട്ടുണ്ടാവുക. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിച്ചേ. നമുക്കറിയാം, അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. ഇവിടെ അവസാനത്തെ ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺ ആണ്. സോ എക്സ് എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് 2വിലെ മെമ്പർ ആണ്. ഇനി വൈയിലേക്ക് വരാം. ഈ 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളതെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് നമ്മൾ എന്താ ചെയ്യുക? 10 കൂട്ടും അല്ലെ. സോ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അതിനോട് നമുക്കൊരു 10 കൂട്ടിയാൽ ഗ്രൂപ്പ് കിട്ടും. ഗ്രൂപ്പ് 17 എന്ന് കിട്ടും. സോ എക്സ് എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് 2 ആണ്, വൈ എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് 17 ആണ്. ഇനി അറ്റോമിക് നമ്പർ ഓഫ് ദ നോബിൾ ഗ്യാസ് ഇൻ ദ പീരിയഡ് സെയിം കണ്ടെയ്നിങ് എക്സ് ആൻഡ് വൈ. ഇതേ പീരീഡിൽ ഉൾപ്പെടുന്ന നോബിൾ ഗ്യാസ് ഉത്കൃഷ്ടവാതകത്തിന്റെ അറ്റോമിക് നമ്പർ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, 3 ഷെല്ലുള്ള നോബിൾ ഗ്യാസ് ആണ് അല്ലെ. കെ ഷെൽ ഉണ്ടാവും, എൽ ഷെൽ ഉണ്ടാവും, എം ഷെൽ ഉണ്ടാവും. അപ്പൊ നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോൺ ആണ്. സോ ഇവിടെ എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിലും 8 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടൂലേ. അറ്റോമിക് നമ്പർ എത്രയാ വരിക? അറ്റോമിക് നമ്പർ Z = 18 എന്ന് വരും. അപ്പൊ മൂന്നാമത്തെ പീരീഡിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരുന്നാലും മതി, മിസ് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ നോബിൾ ഗ്യാസ് ഹീലിയം ആണ്, ഒന്നാമത്തെ പീരീഡിൽ വരുന്ന ആളാണ്. ഇയാളുടെ അറ്റോമിക് നമ്പറിനോട് 8 കൂട്ടിയാൽ രണ്ടാമത്തെ പീരീഡിലുള്ള നോബിൾ ഗ്യാസ് നിയോണിന്റെ അറ്റോമിക് നമ്പറിന് കിട്ടും. ഇതിനോട് വീണ്ടും ഒരു 8 കൂട്ടിയാൽ മൂന്നാമത്തെ പീരീഡിൽ വരുന്ന ആർഗണിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. ആർഗണിന്റെ അറ്റോമിക് നമ്പറിനോട് ഒരു 18 കൂട്ടിയാൽ നാലാമത്തെ പീരീഡിൽ വരുന്ന ക്രിപ്റ്റണിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് കണ്ടെത്താം. സോ ഹീലിയത്തോട് +8, നിയോണിനോട് +8, ആർഗണിനോട് +18. ആ 2, 8, 8, 18 നമ്മുടെ മാജിക് നമ്പർ ഒന്ന് ഓർത്തിരുന്നാലും മതിയാവും കേട്ടോ. പക്ഷെ പ്രോപ്പർ വേ ഇതാണ്. അപ്പൊ മിസ് കുറുക്ക് വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അടുത്ത ചോദ്യം എന്താ നോക്കിക്കേ. Which of these element has the smallest atom? Write the reason. ഇതില് വലിപ്പം കുറഞ്ഞ ആറ്റം ഉള്ളത് ആർക്കാണ്? എക്സിനാണോ വൈക്കാണോ? അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എക്സ് എന്ന് പറയുന്ന ആള് 2nd ഗ്രൂപ്പിൽ വരുന്ന ആളാണ് അല്ലെ. വൈ എന്ന് പറയുന്ന ആള് 17th ഗ്രൂപ്പിലെ മെമ്പർ ആണ്. ഒരു പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ആറ്റത്തിന്റെ സൈസ് മാറുന്നത്? പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുന്നു, അതുവഴി ആറ്റത്തിന്റെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ന്യൂക്ലിയസിന്റെ ആകർഷണമെല്ലാം കൂടി വരും, ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരും. സോ എക്സ് എന്ന് പറയുന്ന ആള് 2nd ഗ്രൂപ്പാ, പീരിയോഡിക് ടേബിളിന്റെ ഇടതുവശത്തിരിക്കുന്ന ആളാണ് അല്ലെ, രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ. ഇനി വൈ എന്ന് പറയുന്ന ആള് നോക്കിക്കേ 17th ഗ്രൂപ്പാ, പീരിയോഡിക് ടേബിളിന്റെ വലത്തെ അറ്റത്താ. അപ്പൊ എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്ന ഒരു മാറ്റത്തിന്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സിനാണ് ഇവിടെ വലിപ്പം കൂടുതൽ, വൈക്കാണ് വലിപ്പം കുറവ് അല്ലെ. കാരണം എന്താ? അപ്പോ ഇവിടെ സൈസ് കുറവുള്ളത് നമ്മുടെ വൈക്കാണ്. എന്താ റീസൺ? എന്താ? വൈ ബിലോങ്സ് ടു ദ 17th ഗ്രൂപ്പ് അല്ലെ. വൈ ഉൾപ്പെടുന്നത് 17ാമത്തെ ഗ്രൂപ്പിലാണ്. പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു അല്ലെ. when we move from left to right in a periodic table the size of atom decreases. അതുകൊണ്ടാണ് വൈ ചെറുതായിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അടുത്ത ചോദ്യം നോക്കാം. നോബൽ ഗ്യാസസ് എക്സെപ്റ്റ് ഹീലിയം ഹാവ് ആൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. വാട്ട് ഈസ് മെൻ ബൈ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാൽ എന്താ? നമുക്കറിയാം ഹീലിയം ഒഴികെ എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ ആണ് അല്ലെ. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരുന്നതിനെയാണ് അല്ലെ ദ കോൺഫിഗറേഷൻ വിത്ത് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്ന ഇലക്ട്രോൺ വിന്യാസത്തെയാണ് നമ്മൾ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി മഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. വാട്ട് ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് മഗ്നീഷ്യം ഡ്യൂറിംഗ് ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് വൈ? മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ആവുന്നു. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ട്? ആലോചിച്ച് നോക്കണം. സോ ഇവിടെ അറ്റോമിക് നമ്പർ ഒന്ന് ഹിന്റ് ആയിട്ട് തന്നിട്ടില്ല, അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കണം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്, ഓക്സിജൻ 8 ആണ്. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-8-2, ഓക്സിജൻ ആണെങ്കിൽ 2-6. അപ്പൊ മഗ്നീഷ്യം എന്താ ചെയ്യാ? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെ. ബാലൻസ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണിനെ മഗ്നീഷ്യം വിട്ടുകൊടുക്കും. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ ആയിട്ട് മാറുന്നു. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് മാറ്റം ഉണ്ടായി എന്നാണ് നമ്മളോട് ചോദിച്ചല്ലേ. ആദ്യം മഗ്നീഷ്യം 2-8-2 ആയിരുന്നു. Mg2+ ആയിട്ട് മാറിയപ്പോ 2-8 ആയിട്ട് മാറി. അതായത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ പൂർത്തിയാക്കി അല്ലെ. ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു, അല്ലെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ വന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതേപോലുള്ള ചോദ്യങ്ങൾക്ക് എന്റെ മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈവ് ക്ലാസ്സുകൾ കാണുക, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പ് ഉണ്ട്. ഇതിൽ ന്യൂട്രോൺസ് ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏതാണ് എന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും കമന്റ് ഉത്തരം നോക്കി മിസ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. സോ മക്കളെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില, സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.